ശുദ്ധിയുള്ള ഒരുത്തൻ പശുക്കിടാവിന്റെ ഭസ്മം വാരി പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വയ്ക്കണം. അത് ഇസ്രായേൽ മക്കളുടെ സഭയ്ക്ക് വേണ്ടി ശുദ്ധീകരണ ജലത്തിനായി സൂക്ഷിച്ചു വയ്ക്കണം. ഇത് പാപത്തെ ശുദ്ധീകരിക്കും. ഏതൊരു മനുഷ്യന്റെയും ശവം തൊടുന്നവൻ 7 ദിവസം അശുദ്ധനായിരിക്കണം. അവൻ 3-ാം ദിവസവും 7-ാം ദിവസവും ആ വെള്ളം കൊണ്ട് തന്നെത്താൻ ശുദ്ധീകരിക്കണം. അങ്ങനെ അവൻ ശുദ്ധിയുള്ളവനാകും. എന്നാൽ 3-ാം ദിവസം തന്നെ ശുദ്ധീകരിക്കാത്തവൻ 7-ാം ദിവസം അവൻ ശുദ്ധിയുള്ളവനാകില്ല. ഇത് ഇസ്രായേലിന്റെയോ യഹൂദരുടെയോ കാര്യമല്ല, മറിച്ച് ചുവന്ന പശുക്കിടാവിന്റെ കാര്യത്തിൽ ഇനിയും നിരവധി കാര്യങ്ങളുണ്ട്. 1-ാം ഭാഗവും 2-ാം ഭാഗവും കണ്ടവർക്ക് 3-ാം ഭാഗം കാണണമെന്നുള്ള ആഗ്രഹം വന്നിട്ടുണ്ടാകും. അപ്പോൾ പലർക്കും വന്നൊരു ചോദ്യം, അതെന്താണ് 3-ാമത്തെ പള്ളി? ആദ്യത്തെ 2 പള്ളികൾക്ക് അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ 2 പള്ളികൾക്കും സ്വർണം, ഈജിപ്ത്, കിങ് ടൂട്ടഖാമൺ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതൊക്കെ ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി കാണാം. ഒരു മനുഷ്യൻ ക്ഷേത്രത്തിൽ മരിച്ചാൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നവനും ക്ഷേത്രത്തിൽ ഉള്ളവനും 7 ദിവസത്തേക്ക് ശുദ്ധീകരിക്കപ്പെടും എന്നത് ന്യായമാണ്. അതിനാൽ ഈ സ്ഥലങ്ങളിലെല്ലാം ശുദ്ധീകരണം എന്ന വാക്ക് കാണാം. സംഖ്യാപുസ്തകം 19-ാം അധ്യായം വായിച്ചാൽ ഇതുപോലെ പലതും കാണാം. ഉദാഹരണത്തിന്, മൂടി വയ്ക്കാതെ തുറന്നു വച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം അശുദ്ധമാകും. അതിനാൽ തിന്മയെ ശുദ്ധീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചുവന്ന പശുക്കിടാവിനെ ബലിയർപ്പിക്കാൻ പോകുന്നത്. ഒരു പശുക്കിടാവ് അതെങ്ങനെയാണ് റെഡ് ഹൈഫറായി മാറുന്നത് എന്ന് ചോദിച്ചാൽ അതിലും വിശുദ്ധി, പവിത്രത ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതിലെ ശുദ്ധത എന്ന വാക്ക് നോക്കിയാൽ ആ കാളക്കുട്ടിയിൽ പോലും ഒരു തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ ഓരോ മുടിയും ചുവപ്പല്ലാതെ മറ്റ് യാതൊരു നിറവും ഉണ്ടാകാൻ പാടില്ല. അതിൽ വെള്ളയും കറുപ്പും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നു. മറ്റു ചിലർ കുറച്ച് കറുപ്പുണ്ടായാലും പ്രശ്നമില്ല എന്ന് പറയുന്നു. ഇതൊക്കെ നോക്കിയാണ് ഓരോ പശുക്കളെയും തിരഞ്ഞെടുത്തത്. അവ കൂടുതൽ പണിയെടുത്തിട്ടുണ്ടാകരുത്, പ്രായപൂർത്തിയാകരുത്, ഇങ്ങനെ പലതും നോക്കിയാണ് റെഡ് ഹൈഫറിനെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് 50,000 മുതൽ 5 ലക്ഷം പശുക്കുട്ടികളെ ഓരോന്നായി പരിശോധിച്ചു. ഒടുവിൽ ടെക്സസിൽ നിന്ന് 5 പശുക്കുട്ടികളെ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു. ഇതോടുകൂടിയാണ് ഹമാസ് വീണ്ടും യുദ്ധം തുടങ്ങിയത് എന്ന് 1-ലും 2-ലും ഭാഗത്തിൽ നമ്മൾ കണ്ടു. ശരി, ഇങ്ങനെ ഒരു പശുക്കുട്ടി വന്നു. ഈ 5 എണ്ണത്തിൽ 3 എണ്ണത്തിനെ ആളുകൾക്ക് കാണാനായി നിർത്തി. ഇവയെ കൊന്ന് ബലിയർപ്പിച്ച ശേഷം എന്തായിരിക്കും ചെയ്യുക? അതിന് തീ കൊളുത്തും. തീ കൊളുത്തിയ ശേഷം അതിൽ നിന്ന് ഭസ്മം എടുക്കും. ആ ചാരം സുരക്ഷിതമായി വച്ചിരിക്കും. അതിനുവേണ്ടി ഒരു സംഘം ആളുകൾ മലയിലുണ്ടാകും. ആ പർവ്വതത്തിലുള്ള എല്ലാവരും വളരെ ശുദ്ധരായിരിക്കണം. ഈ ഒരു ചടങ്ങ് നടത്തുന്ന പുരോഹിതനും വളരെ ശുദ്ധനായ വ്യക്തിയായിരിക്കണം. ശുദ്ധമായിരിക്കാനുള്ള കാരണങ്ങൾ അവിടെ നിയമങ്ങളായോ പറയപ്പെടുന്ന ദിവ്യ വാക്കുകളോ ആയാണ് കാണുന്നത്. ഇപ്പൊ ചോദ്യം ഇതാണ്, ഇതുപോലെ 2000 അല്ലെങ്കിൽ 3000 വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുണ്ടോ? ഈ ലോകം വളരെ ദുഷിച്ചതാണ്. പ്രത്യേകിച്ചും ഇസ്രായേലിലെ യഹൂദന്മാരെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട യഹൂദന്മാരെ അശുദ്ധതയിൽ നിന്നും മോചിപ്പിക്കാൻ പ്രത്യേകമായി ഇത് ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല, ജൂതന്മാർക്ക് വേണ്ടി മാത്രമല്ല, ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുമല്ല, മുസ്ലിംസിനും കൂടി വേണ്ടിയുള്ളതാണെന്ന് അവർ പറയുന്നു. എല്ലാവരുടെയും പാപങ്ങൾ ശുദ്ധീകരിക്കാനാണ് ഈ റെഡ് ഹൈഫർ ചടങ്ങ് നടത്താൻ പോകുന്നതായി അവർ പറയുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ 2 പള്ളികളുണ്ടായിരുന്നു. ഇപ്പോൾ ഡോം ഓഫ് ദി റോക്ക് ഉള്ള സ്ഥലത്ത് 3-ാമത്തെ പള്ളി നിർമ്മിക്കാൻ കഴിയും എന്നും പറയുന്നു. അൽ-അക്സ പള്ളിക്ക് സമീപമാണ് ഈ ഡോം ഓഫ് ദി റോക്ക് ഉള്ളത്. ആ ഒരു സ്ഥലത്ത് തന്നെ 3-ാമത്തെ പള്ളി പണിയണം എന്ന് പറയുന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അതും അവർ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിനായി ഒരു സംഘടനയുണ്ട്. ഈ പള്ളി പുനർനിർമ്മിക്കാൻ ഒരു സംഘടനയുണ്ട്. അതിനായിട്ടുള്ള എല്ലാ പശ്ചാത്തല പ്രവർത്തനങ്ങളും അവർ നടത്തുന്നുണ്ട്. ടെക്സസിലുള്ള ക്രിസ്ത്യാനിറ്റി മിഷനറിയുമായി ചേർന്ന് ഈ 5 പശുക്കിടാക്കളെ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നതും അവരാണ്. ഈ പള്ളി സംഘടന പലതരത്തിലുള്ള ധനസമാഹരണം നടത്തുന്നുണ്ട്. ധനസമാഹരണം മാത്രമല്ല, ഇതിന് പിന്നിലെ എല്ലാ നിയമവശങ്ങളും മറികടക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ 2000-3000 വർഷങ്ങൾക്ക് മുൻപ് അവരുടെ ചരിത്രം പഠിച്ച ആളുകൾ അതിൽ എന്തൊക്കെയാണോ ചെയ്തത് അതെല്ലാം അതുപോലെ തന്നെ പുനർനിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. അത് പാത്രമായിക്കോട്ടെ, വസ്ത്രമായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതുതരം ഇന്ധനമാണ് ഉപയോഗിച്ചത്, ഏത് ഘടനയിലാണ്, ഏത് ഉയരത്തിലായിരുന്നു, കാളക്കുട്ടിയുടെ ചിതാഭസ്മം നീക്കം ചെയ്യാൻ ഏത് തരത്തിലുള്ള വസ്തുക്കളാണ് ഉപയോഗിച്ചത്, മെറ്റീരിയൽ ഏതാണ്, ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളുടെ ഉത്തര പട്ടിക തന്നെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തുണ്ടായിരുന്ന പാത്രങ്ങൾ ഇന്നത്തെ കാലത്ത് നിർമ്മിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അവർ അതും ചെയ്തിട്ടുണ്ട്. ഏകദേശം 30 മുതൽ 60 പാത്രങ്ങൾ ഇതിനായി നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ പോലും അത്തരം പാത്രങ്ങൾ, അതിനാവശ്യമായ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശുദ്ധമായി, അതായത്
പഴയ കാലത്ത് ആചാരങ്ങൾ എങ്ങനെയാണോ നടന്നിരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും നടത്തണം. അതുപോലെ തന്നെ എല്ലാം ശുദ്ധമായി ഉപയോഗിക്കാൻ പോകുന്നു. ഇതാണ് പള്ളി ഭരണസമിതിയുടെ അഭിപ്രായം. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. പാത്രങ്ങൾ എന്ന് പറഞ്ഞു, എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഉള്ളൊരു വായന, അടയ്ക്കാതെ തുറന്നു വച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം അശുദ്ധമാകുമെന്ന്. അപ്പോൾ ആ പറയുന്നതനുസരിച്ച് നോക്കിയാൽ ഇസ്രായേലിൽ മുൻപും ഇങ്ങനെ ചെയ്യുമായിരുന്നു. അവർ അങ്ങനെ ചെയ്യുമ്പോൾ പശുക്കിടാവിനെ ബലിയർപ്പിക്കുകയും ചാരമെടുത്ത് അത് വൃത്തിയാക്കാനുള്ള വെള്ളത്തിൽ കലർത്തുകയും ചെയ്യും. ആ സമയം അടച്ചു വയ്ക്കാത്ത എല്ലാ പാത്രങ്ങളും മലിനമാക്കപ്പെടും. അതിനാൽ ഇതുപോലൊരു സംഭവത്തിനായി ഏകദേശം 8 മുതൽ 9 പശുക്കിടാക്കളെ ബലിയർപ്പിച്ചിട്ടുണ്ടാകാം. ഇവിടെ അടുത്ത പ്രശ്നം, ഈ 7 ദിവസം ശുദ്ധീകരണം ഉണ്ടെന്ന് പറയുന്നു. ഈ 7 ദിവസത്തെ ശുദ്ധീകരണമാണ് ഈ വിശുദ്ധ സംഭവം നടത്താനുള്ള ആദ്യത്തെ കാരണമായി പറയപ്പെടുന്നത്. ചുവന്ന പശുക്കിടാവിനെ ബലിയർപ്പിക്കുന്നത് ഒരു പ്രശ്നമല്ല. അതിനെ ബലിയർപ്പിച്ച് കത്തിച്ച് ഭസ്മമാക്കിയ ശേഷം ആ പുണ്യജലം കലർത്തണം. എന്നിട്ട് ശുദ്ധീകരണ ദിവസത്തിന്റെ 3ഉം 7ഉം ദിവസങ്ങളിൽ അവർ അത് തളിക്കണം. അത് തളിച്ചതിന് ശേഷം മാത്രമേ അവരുടെ മലിനീകരണത്തിൽ നിന്നും അവർ ശുദ്ധരാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് 2 പേർക്ക് മാത്രം തളിച്ചാൽ മതിയോ? 10 പേർക്ക് മാത്രം തളിച്ചാൽ മതിയോ? ഇല്ല, അത് വിശുദ്ധ ജലമാക്കി മാറ്റിയതിനു ശേഷം അവിടെയുള്ള എല്ലാ ഇസ്രായേലിലെ ജനങ്ങൾക്കും നൽകണം. അത്തരം അഭിപ്രായങ്ങളുമുണ്ട്. ഇതിനായി ഇസ്രായേൽ പ്രത്യേക പദ്ധതിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വിശുദ്ധ ജലം കൊടുക്കേണ്ടത് ഡോം ഓഫ് ദി റോക്കിൽ മാത്രമല്ല, ഇസ്രായേൽ മുഴുവനും വ്യാപിപ്പിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവർക്ക് എങ്ങനെ അവസരം ഉപയോഗിക്കാൻ സാധിക്കും, അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, അവർ അതും പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വീണ്ടും 1-ാം പള്ളിയിലേക്ക് പോകാം. എന്തുകൊണ്ട് 2-ാം പള്ളി നശിപ്പിക്കപ്പെട്ടു? എന്തിന് 3-ാമത്തെ പള്ളി നിർമ്മിക്കണം? ഈ ഒരു ചോദ്യം എല്ലാവരുടെ മനസ്സിലുമുണ്ട്. 1-ാമത്തെ പള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് ദാവീദ് രാജാവിന്റെയും സോളമൻ രാജാവിന്റെയും ജീവിത ചരിത്രത്തിലേക്കാണ്. ആരംഭം മുതൽ ഏകദേശം 3000 വർഷങ്ങൾ, അതായത് യേശുക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് ഒരു 970 വർഷങ്ങൾ പുറകിലേക്ക് പോണം. BC 970 ദാവീദ് രാജാവ് മരിക്കുന്നു. ദാവീദ് രാജാവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകനായ സോളമൻ രാജാവിന് ഭരണസ്ഥാനം ലഭിക്കുന്നു. എന്നാൽ ദാവീദ് രാജാവ് വെറുതെ സാധാരണയായി ഈ സോളമൻ രാജാവിനെ രാജസിംഹാസനത്തിൽ ഇരുത്തിയില്ല. അതിനു മുൻപ് ദാവീദ് രാജാവ് സോളമൻ രാജാവിന് 1 ദശലക്ഷം താലന്ത് വെള്ളി നൽകി. ഇതാണ് ഇവിടത്തെ ചരിത്രം. 1 ദശലക്ഷം താലന്ത് വെള്ളി എന്ന് പറഞ്ഞാൽ ഏകദേശം 60 മുതൽ 100 മില്യൺ പൗണ്ട്സ് ഓഫ് സിൽവർ, 30 മുതൽ 50,000 ടൺ വരെ സോളമൻ രാജാവിന് നൽകി. നമ്മൾ ഇന്നത്തെ കാലത്ത് അതിന്റെ മൂല്യം എടുത്താൽ പോലും ഏകദേശം 25 മുതൽ 40 ബില്യൺ അമേരിക്കൻ ഡോളർ വരും. മാത്രമല്ല ദാവീദ് രാജാവ് സോളമൻ രാജാവിന് 100,000 താലന്ത് സ്വർണവും നൽകി. അതായത് 6 മുതൽ 10 ദശലക്ഷം പൗണ്ട്സ് ഓഫ് ഗോൾഡ്, 3000 മുതൽ 5000 ടൺ വരെ സ്വർണം. ഇപ്പോൾ അതിന്റെ മൂല്യമെടുത്താൽ ഏകദേശം 200 ബില്യൺ അമേരിക്കൻ ഡോളർ വരും. മാത്രമല്ല ഈ ലോകത്തിലെ സമ്പത്തിന്റെ പകുതിയിലധികം സോളമൻ രാജാവിന്റെ പക്കൽ ഉണ്ടായിരുന്നതായി പറയുന്നു. മൊത്തത്തിൽ ഈ ലോകത്തിൽ 250 ട്രില്യൺ മൂല്യമുള്ള സമ്പത്തുണ്ടെങ്കിൽ അതിൽ 125 ട്രില്യൺ മൂല്യം ഈ സോളമൻ രാജാവിന്റെ പക്കൽ മാത്രമുണ്ടായിരുന്നു. അപ്പോൾ ഈ സമ്പത്ത് കൊണ്ട് സോളമൻ രാജാവ് എന്താണ് ചെയ്തത്? അദ്ദേഹം ദൈവത്തിനായി ഒരു വലിയ ആലയം പണിതു. ആ പള്ളി ദൈവാനുഗ്രഹമായിരിക്കണം. അങ്ങനെ ദൈവത്തിനായുള്ള ആദ്യത്തെ ആലയം നിർമ്മിച്ചത് ഇസ്രായേലിലെ ജെറുസലേമിൽ, അല്ലെങ്കിൽ ഡോം ഓഫ് ദി റോക്ക് ഉള്ള സ്ഥലത്താണ്. ഈ ക്ഷേത്രം നിർമ്മിച്ചത് മാത്രമല്ല, സ്വർണം, വജ്രം, വെള്ളി, നിരവധി മരങ്ങൾ കൊണ്ടുള്ള കലാസൃഷ്ടികൾ, ഗോമേതക കല്ലുകൾ, തിളങ്ങുന്ന കല്ലുകൾ, പല നിറത്തിലുള്ള കല്ലുകൾ, വിലയേറിയതുമായ മാർബിൾ സ്ലാബുകൾ, ഇവയെല്ലാം ഈ പള്ളിക്കകത്ത് കൊണ്ടുവച്ചു. എന്നാൽ ഈ പള്ളി ആരോ കൊള്ളയടിച്ചു. BC 930 ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷം ഫറവോൺ ഷിഷാക് എന്നയാൾ ഈജിപ്തിൽ നിന്ന് വന്നു. ജെറുസലേമിൽ ഇങ്ങനൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ ധാരാളം സ്വർണവും വജ്രവും വിലമതിക്കാനാകാത്ത വസ്തുക്കൾ ഉണ്ട് എന്നറിഞ്ഞ് അവൻ വരുന്നു. അങ്ങനെ ആദ്യത്തെ പള്ളി കവർച്ച നടത്തുന്നു. അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അവിടെയുള്ള എല്ലാം എടുത്ത് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. ചരിത്രകാരന്മാർ പറയുന്നത് ഇത് തന്നെയാണ്. ഇവിടെയുള്ള സ്വർണ്ണമെല്ലാം എടുത്ത് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവിടെ തൂത്തഖാമോൻ രാജാവിന്റെ ശവകുടീരത്തിൽ നിന്നും സ്വർണ്ണമെടുത്തത് എന്ന് നമുക്കറിയാം. ഈജിപ്തിലെ ഫറവോന്മാർ ഈ സ്വർണ്ണമെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് വ്യക്തമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ അറിയാം. അങ്ങനെ സോളമൻ രാജാവിന്റെ ആദ്യത്തെ ആലയം നശിപ്പിക്കപ്പെട്ടു. അവിടെയുള്ള വസ്തുക്കളെല്ലാം ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. പക്ഷെ ഒരു ഘട്ടത്തിന് ശേഷം അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ഒരു പള്ളി പണിയണം എന്നുള്ളൊരു പ്രതീക്ഷ ജനങ്ങളിൽ കൂടി വന്നു. BC 19 ഹെരോദെ രാജാവ് 2-ാമത്തെ പള്ളി പണിതു. ആ പള്ളി പണിത് പൂർത്തിയാക്കി. എന്നാൽ അതും വേട്ടയാടാൻ തുടങ്ങി. 2-ാമത്തെ പള്ളി BC 19 നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ അല്ല. BC 930 നശിപ്പിക്കപ്പെട്ട ആ ഒരു പള്ളി BC 520 തന്നെ 400 വർഷങ്ങൾക്ക് ശേഷം അത് വീണ്ടും നിർമ്മിക്കാൻ തുടങ്ങി. എന്നാൽ അത് പൂർത്തിയായില്ല.
ഇപ്പോൾ ഹെരോദേ രാജാവ് അത് പൂർത്തിയാക്കി. ഹെരോദേ രാജാവ് BC 19 പണിത ഈ ഒരു പള്ളിയെ AD 70 റോമാക്കാർ വന്ന് നശിപ്പിച്ചു. രണ്ടാമത്തെ പള്ളി അങ്ങനെ റോമാക്കാർ നശിപ്പിക്കുന്നു. ഇപ്പോൾ മൂന്നാമത്തെ പള്ളി പണിയണം എന്നുള്ളൊരു സംസാരം ഉണ്ടാകാൻ തുടങ്ങി. എന്നാൽ ആ പള്ളി പണിയുന്നതിന് മുൻപ് അതിനായിട്ടുള്ള എല്ലാ അടയാളങ്ങളും ഉണ്ടാകും. ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും അങ്ങനെ ഒരു തോന്നൽ തന്നെ ഉണ്ടാകും എന്ന് പറയുന്നു. മൂന്നാമത്തെ പള്ളി ഇപ്പോഴാണ് പണിയുന്നത് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകും. പറഞ്ഞു വന്നാൽ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടെന്നും പറയുന്നു. അത് എന്താണ് എന്നുള്ളത് നാളെ കാണാം. കാരണം ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. 2 പ്രധാന മതങ്ങളുണ്ട് ഇതിന് പിന്നിൽ ചരിത്രമുണ്ട്. അതിന് പിന്നിൽ ബൈബിളും ഖുറാനുമുണ്ട്. തെറ്റായ വിവരങ്ങൾ ഒരിക്കലും നൽകാൻ പാടില്ല. ഇതുവരെ നൽകിയതിൽ എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.